ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേരി മറ്റിൽഡ. നാം എല്ലാവരും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും പരാതിപ്പെടാറുണ്ട്. ആരും എന്നെ സഹായിക്കാനില്ല, ആരും എന്നോട് സഹകരിക്കുന്നില്ല. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സഹായവും സഹകരണവും നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരും. അപ്പോൾ ഇത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ അതിനെപ്പറ്റി പരാതി പറയുക സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, മറ്റുള്ളവരിൽ നിന്ന് സഹായം നേടിയെടുക്കാനുള്ള നമ്മുടെ ഒരു കഴിവ് കേടാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് സഹായവും സഹകരണവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം ഒരു ആത്മപരിശോധനയാണ്. നമ്മൾ മറ്റുള്ളവരോട് എന്തുമാത്രം സഹകരിക്കുന്നവരാണ്, അവർക്ക് എന്തുമാത്രം സഹായം കൊടുക്കുന്നവരാണ്. ജീവിതത്തിൽ വലിയൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, കൊടുത്താലേ കിട്ടൂ. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സഹായവും സഹകരണവും വേണമെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അപ്പോൾ എല്ലാവരെയും എപ്പോഴും സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് സാധ്യമായെന്ന് വരില്ല. എന്നാലും അതിനൊരു സന്നദ്ധത നമുക്ക് ഉണ്ടാവുകയും കഴിയുന്നത്ര സന്ദർഭങ്ങളിൽ നമ്മൾ അതിന് തയ്യാറാവുകയും വേണം. അപ്പോൾ ആദ്യം കൊടുക്കാൻ തയ്യാറാവുക. 2, നമുക്ക് എന്ത് സഹായമാണ് വേണ്ടത്, ഏത് രീതിയിലുള്ള സഹകരണമാണ് വേണ്ടത്, അത് തുറന്ന് പറയാൻ, ചോദിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ ഒരു പ്രത്യേകത, നമുക്കിത് തുറന്ന് ചോദിക്കാൻ കുറച്ച് മടിയാണ്. കണ്ടറിഞ്ഞ് സഹായിക്കട്ടെ എന്നതാണ് നമ്മുടെ നിലപാട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കണ്ടറിഞ്ഞ് സഹായിക്കുക അത്ര പ്രായോഗികമാണോ? നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ തുറന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ 2 അവകാശങ്ങളുണ്ട്. അതായത് മറ്റുള്ളവരോട് എന്ത് ചോദിക്കാനും അഭ്യർത്ഥന നടത്താനും നമുക്ക് അവകാശമുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ വലിയൊരു അവകാശമാണ് യെസ്സും നോയും പറയാനുള്ള അവകാശം. അപ്പോൾ നമുക്കും ഇതുണ്ട്, മറ്റുള്ളവരോട് എന്തോ ആവശ്യപ്പെടാം. ഇനി മറ്റുള്ളവർ നമ്മളോട് ആവശ്യപ്പെടുമ്പോഴേ യെസ്സും നോയും പറയാനുള്ള അവകാശവും നമുക്കുണ്ട്. മൂന്നാമതായിട്ട്, നമ്മൾ മറ്റുള്ളവരുടെ സഹകരണത്തോടുകൂടി ഒരു കാര്യം നടത്തി അത് വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കാൻ തയ്യാറാവുക. ആ ക്രെഡിറ്റിൻ്റെ വലിയൊരു ഭാഗമെങ്കിലും അവർക്ക് കൊടുക്കാൻ തയ്യാറാവുക. ഇനി അത് പരാജയപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറാവുക. ഇത് പറയുമ്പോൾ നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്ന മനോഹരമായൊരു സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം ISROയിൽ ഒരു പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നപ്പോൾ അന്ന് സതീഷ് ധവാനായിരുന്നു അവിടുത്തെ ചെയർമാൻ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അന്ന് നടത്തിയ പ്രോജക്റ്റ് പരാജയപ്പെട്ടു. അപ്പോൾ പ്രസ് കോൺഫറൻസിന് പോകാൻ എല്ലാവരും തയ്യാറായപ്പോൾ സതീഷ് ധവാൻ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, ഞാൻ പോകാം. ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അന്ന് പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞു. പിന്നീട് ഈ പ്രോജക്റ്റ് വീണ്ടും അവർ ചെയ്തു. അന്ന് അത് വളരെ വലിയ വിജയം നേടി. പ്രസ് കോൺഫറൻസിന് വീണ്ടും സന്ദർഭം വന്നപ്പോൾ സതീഷ് ധവാൻ പറഞ്ഞു, ഇത്തവണ ഞാൻ പോകുന്നില്ല, നിങ്ങൾ പോകൂ, നിങ്ങൾ അവരുടെ വിജയത്തെപ്പറ്റി സംസാരിക്കൂ, നിങ്ങളെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കൂ. സഹകരണത്തിൽ നമ്മൾ ചെയ്യേണ്ട മാതൃക ഇതുതന്നെയാണ്. 4മതായിട്ട്, മറ്റുള്ളവർ വളരെ സന്തോഷത്തോടുകൂടി നമ്മളോട് സഹകരിക്കാൻ പറ്റിയ രീതിയിലുള്ള ആശയവിനിമയ രീതികൾ സ്വന്തമാക്കുക. ആശയവിനിമയ രീതി ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് ആശയവിനിമയം നടത്താം, വാക്കുകളിലൂടെ ആശയവിനിമയം നടത്താം. അപ്പോൾ ഇത് രണ്ടും മറ്റുള്ളവരുടെ സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ ആയിരിക്കണം. പ്രസന്നമായ മുഖഭാവം മറ്റുള്ളവരുടെ സഹായം നേടിയെടുക്കുന്നതിന് വളരെ സഹായകരമാണ്. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന രീതി, ചിലരുടെ ടോൺ കേട്ടാൽ തന്നെ നമുക്ക് സഹകരിക്കാൻ തോന്നില്ല. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളിങ്ങനെ ചെയ്യൂ എന്നതിന് പകരം നമുക്കിങ്ങനെ ചെയ്യാം അല്ലേ, നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സഹകരണം ലഭിക്കുന്നത് എളുപ്പമാക്കും. ഞാൻ കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥികളുടെ സഹകരണമൊക്കെ വേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടൊരു പരീക്ഷ എഴുതിക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ച വരണം, പരീക്ഷ എഴുതണം എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും അവരോട് പറയാറുണ്ടായിരുന്നത്, അടുത്ത തവണ നമുക്ക് അടുത്ത ആഴ്ച ഒരു പരീക്ഷ എഴുതണം, അത് നിങ്ങൾക്ക് എന്ന് എഴുതാൻ പറ്റും, ബുധനാഴ്ച വേണോ വെള്ളിയാഴ്ച വേണോ? അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ പരീക്ഷ എഴുതാം. വെള്ളിയാഴ്ച പരീക്ഷ എഴുതാൻ അവർ സന്തോഷത്തോടുകൂടി തയ്യാറാകുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പ്രോഗ്രാമിനൊക്കെ ചിലർ വിളിക്കുമ്പോൾ വണ്ടി വിടുമോ എന്ന് ചോദിച്ചാൽ, വണ്ടി അയക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവർ വണ്ടി അയക്കില്ല എന്നുള്ള നിലപാടാണ് എടുക്കുക. എന്നാൽ വണ്ടി എവിടെ വിടും, ഞാൻ എൻ്റെ വീടും പറയും,
അവർക്ക് വരാൻ കുറച്ചുകൂടി സൗകര്യമുള്ളൊരിടവും പറയും. അപ്പോൾ വണ്ടി കിട്ടാൻ സാധ്യത കൂടുതലാണ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആശയവിനിമയ രീതി, നമ്മുടെ ഒരു വിവേകം അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യവും കൂടി മനസ്സിൽ ഓർക്കണം. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിൽ മറ്റുള്ളവരുടെ സഹകരണം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, ഉത്തരവാദിത്തത്തിലല്ല നമ്മൾ സഹകരണം ആവശ്യപ്പെടുന്നത്. ഉത്തരവാദിത്തവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിലാണ് സഹകരണം ആവശ്യപ്പെടുന്നത്. അതായത് ജോലികളാണ് മറ്റുള്ളവർ ഷെയർ ചെയ്യണത്, ഉത്തരവാദിത്തമല്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഞാനിത് പറയാൻ കാരണം, പല സന്ദർഭങ്ങളിലും നമ്മൾ സഹകരണം ആളുകളുടെ ആവശ്യപ്പെട്ട ശേഷം അവരിത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ പിന്നെ ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ പതുക്കെ ഒഴിഞ്ഞു മാറാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ ചെയ്തുകൊണ്ടിരുന്നവരും ആ ജോലി മതിയാക്കി സ്ഥലം വിടും. കാരണം ഉത്തരവാദിത്തം നമുക്കാണുള്ളത്. അപ്പോൾ ഈ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ആ ഉത്തരവാദിത്തം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ ജോലി ഇടയ്ക്ക് വെച്ചിട്ട് അവർ വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഒപ്പമായിരിക്കുക. അതായത് ഒരു കരുതൽ, ശ്രദ്ധ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ഉണ്ടായിരിക്കണം, ആ കാര്യം കഴിയുന്നത് വരെ. അപ്പം ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായവും സഹകരണവും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. താങ്ക് യു.